ഞാൻ ഓർക്കുന്നു 30 വർഷം മുമ്പ് മർത്തോമാ സഭയിൽ ഒരു കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ 7 പേര് അല്ലെ 14 പേര് അല്ലെ 21 പേര് മാക്സിമം 3 അംബാസഡർ കാറിൽ കയറിപ്പോകുന്ന കാലമാണ്. ഇന്ന് നടന്ന കല്യാണ ഉറപ്പിന് 1000 പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. 1000 പേരെ. നിന്റെ വിരുന്നുകളിൽ നിന്ന് വീണയും കിന്നരവും തപ്പും കുഴലും ലൈവ് ഓർക്കസ്ട്രയാണ് കല്യാണത്തിന്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. പാലും തേനും ഒഴുകുന്ന നാട്ടിൽ വന്ന് നിന്റെ സമ്പത്ത് വർദ്ധിച്ചപ്പോ പരിശുദ്ധമായ കൂദാശകളെ നീ കൊഞ്ഞനം കാണിച്ചില്ലേ? ഇന്ന് ദേവാലയത്തിൽ അനുഗ്രഹീതമായി പുരോഹിതൻ നടത്തി വന്നിരുന്ന ശുശ്രൂഷകൾ ഇന്ന് വെറും കോപ്രായങ്ങളായി മാറ്റിയില്ലേ? നീ നിന്റെ കയ്യിലുള്ള പണക്കൊഴുപ്പ് കൊണ്ട് അഹങ്കാരമായി മാറ്റിയില്ലേ? സലയിൽ താരിയുമിട്ട് നമ്രശിരസ്കരായി വന്ന് മദ്ബഹായുടെ മുൻപിൽ കുനിഞ്ഞു നിന്ന മണവാട്ടിമാരെ കണ്ട് മർത്തോമാ സഭയിൽ വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ച ഞാനിന്ന് ശരീരത്തെ തുണിയില്ലാത്തവളെ കെട്ടിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയല്ലേ? വളരെ സങ്കടത്തോടെ ഞാൻ വിളിച്ചു പറയാണ് കൊട്ടാരക്കരക്കാരെ, 30 വർഷം മുമ്പ് തലയിൽ സാരിയുമിട്ട് നമ്രശിരസ്കരയായി എന്റെ മുമ്പിൽ നിന്ന് ഞാൻ വിവാഹം കഴിപ്പിച്ച മണവാട്ടിമാരുടെ രംഗത്ത് ഇന്ന് ശരീരത്ത് വേണ്ടത്ര തുണിയില്ലാതെ നാണമില്ലാതെ വന്നു നിൽക്കുന്ന അഹങ്കാരികളായ മനുഷ്യരെ ഞാൻ ഈ രാത്രി നിന്നെ വിളിച്ചു പറയുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നിന്റെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും കലാപരിപാടിയും. വിവാഹം കഴിഞ്ഞ് അച്ഛൻ ഓഡിറ്റോറിയത്തിലോ വീട്ടിലോ ചെന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം വിളമ്പാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് അച്ഛന്മാര് വേദി പോലും കയറത്തില്ല. എവിടുന്നെങ്കിലും വരും ഇവന്റ് മാനേജ്മെന്റ്, അതിനകത്ത് ഏതെങ്കിലും ഒരു സുന്ദരി എവിടുന്നെങ്കിലും ഒന്ന് അങ്ങ് തുടങ്ങുമോ അവൾ അവിടെ നിന്ന്. അവിടെ നിപ്പം പറച്ചിലും കേട്ടാൽ ഇംഗ്ലണ്ടിലാണെന്ന് തോന്നുന്നു. ലെറ്റ് മീ വെൽക്കം ദി കപ്പിൾ ബിഫോർ യു. എവിടെ നിന്ന് വന്നാണ്? വികാരിച്ചൻ താഴെ നോക്കിയിരിക്കുക, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമെന്ന് വിചാരിച്ചു. The bridegroom Mr. So and so belong to Kapakatil family. കപ്പക്കാട്ടിലെ കുഞ്ഞോറിച്ചാന്റെ മോനാ താങ്ങുക നിന്ന് കപ്പാക്കാറ്റിൽ. And he studied in Oxford and his father was in Cambridge. ഇവിടെ കപ്പയ്ക്ക് കളിക്കുന്നതിനെ കുറിച്ചാ. കേംബ്രിഡ്ജിലാണ് താങ്ങിയേക്കാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. നിന്റെ വിരുന്നുകളിൽ തപ്പും വീണയും കുഴലും കലാപരിപാടിയും. പ്രാർത്ഥിക്കുന്നതിന് ഭക്ഷണത്തിന് മുമ്പ് അനുഗ്രഹീതമായി പാടിയിരുന്ന പാട്ടുകളുണ്ട് വൈദികർ. എന്നെ പോലെയുള്ളവരും എന്റെ കൂട്ടുകാരും അഭിമാനത്തോടെ പാടിയിരുന്ന നിന്റെ ഹിതം പോലെ എന്നെ എന്ന് പാടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് ആ പാട്ടിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. പകരം ലൈവ് ഓർക്കസ്ട്രയാണ്. 2 മാസം മുമ്പ് ഒരു പള്ളി കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോ 6 ബൈക്ക്, അതിന്റെ മഡ്ഗാർഡൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സൈസ് 6 ബൈക്ക് പള്ളിമുറ്റത്തെ എരപ്പിച്ച് മൂപ്പിക്കുകയാണ്. 6 എണ്ണം ജനത്തിന്റെ ഇടയിൽ കൂടെ. കല്യാണം കഴിഞ്ഞ് മർത്തോമാ സഭയുടെ പള്ളിയുടെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ചെണ്ടമേളം അപ്പുറത്ത്, കുറെ കോമരങ്ങൾ തലയും ചരിച്ച് മേളിലോട്ട് വെച്ച കുറെ എണ്ണം ചെണ്ടയടിച്ച് പള്ളിമുറ്റത്ത്. ഓഡിറ്റോറിയത്തിലോട്ട് ചെന്ന് കയറിയപ്പോ വന്നിരിക്കുകയാണ് കറുത്ത തുണിയിട്ട് 6 എണ്ണവും വെള്ള തുണിയിട്ട് 6 എണ്ണവും. അപ്പൊ എന്റെ അടുത്ത് നിന്ന് തമാശക്കാരൻ പറയാം, 6 പിശാചും 6 മാലാഖയാച്ച വിളിച്ചോണ്ട് പോവാണ്, സ്റ്റേജിലോട്ട് കൊണ്ടുപോവാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. ചെവിയുള്ള മാർത്തോമാക്കാരെ, കൊട്ടാരക്കര പന്തലിരിക്കുന്നവരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, ഈ രാത്രി ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതം കണ്ട് കരയുകയാണ്. കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. കല്യാണത്തിന് വരുമ്പോ കൈയുടെ വിരലെ 10 മോതിരം, കാലിന്റെ വിരലെ 10 മോതിരം. ഞാൻ എന്നാലും ഒരു കല്യാണം നടത്തി മോതിരം വാഴ്ത്തിക്കൊണ്ടിരുന്ന പെണ്ണിന്റെ കൈയെ മോതിരം ഇടാൻ സ്ഥലം ഞാൻ ഊരി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇട്ടോണ്ട് വന്നിരിക്കുക 10 എണ്ണം. ഈ തള്ളയ്ക്ക് പോലും ബോധമില്ലേ? കല്യാണത്തിന് എന്നാ മോതിരം വാഴ്ത്തി ഇടാനെങ്കിലും ഒരു വിരല് ബാക്കി ഇട്ടേക്കണ്ടേ? കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. കോട്ടയത്ത് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുരം നടത്തുന്ന ടാഡ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട്. എന്താണെന്നറിയാമോ നിങ്ങൾക്കത്? സ്ത്രീ മദ്യപാനികളെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. കോട്ടയം പട്ടണത്തിൽ സ്ത്രീകളായ മദ്യപാനികളെ ചികിത്സിക്കുന്ന പ്രസ്ഥാനമാണ് ടാഡ. ഗതികേട് പറ്റിയില്ലേ ഈ സഭയ്ക്ക്? കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. പട്ടക്കാരും തിരുമേനിമാരും എല്ലാം വിലപിക്കാണിപ്പോൾ. യുവതലമുറ സഭയിൽ ഇല്ലത്രേ. എവിടെ പോയി? ചത്തുപോയോ? ഇല്ല. ഇരമ്യാവ് പറഞ്ഞത് സംഭവിച്ചു. ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു, ഇനി നിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്ന് പറയുന്ന ഇപ്പോഴത്തെ തലമുറയായുള്ളവേ, കായ്ച്ചത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങയാണ്. 5-ാം വാക്യം വായിച്ചേ. ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും.